Sheba Ansa Matthew, your faculty for Auditing and Assurance paper, BCom 6th Sem. Okay, അപ്പോൾ നമ്മൾ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് പേപ്പർ എന്ന് പറയുന്നത് പക്ക തിയറി പേപ്പർ ആണ്. ആൻഡ് നമുക്ക് ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഓഡിറ്റിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, അങ്ങനെയുള്ള കുറച്ച് ഓഡിറ്റിംഗ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഓഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂ ടേംസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കൺസെപ്റ്റ്സും പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് എവിഡൻസസ് എന്നുള്ളതാണ് സെക്കൻഡ് മൊഡ്യൂൾ വന്നിട്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് വൺസ് നമ്മൾ ഓഡിറ്റിങ്ങിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത് ആൻഡ് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഓഡിറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഓഡിറ്റ് പ്ലാനിങ്, ഓഡിറ്റ് ഫയൽസിൻ്റെ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള തിയറീസാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ, ഇതാണ് നമ്മുടെ ടോട്ടൽ 5 മൊഡ്യൂൾസിൽ അത്യാവശ്യം വോളിയുള്ള മൊഡ്യൂള്. അതുകൊണ്ട് തന്നെ അതിന് വെയിറ്റേജും കൂടുതലാണ്. അതിനുള്ളിൽ നമ്മൾ ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓഡിറ്റ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ്. അത് പക്ക കമ്പനീസ് ആക്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഒരു ഓഡിറ്ററിനെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നത്, റീ അപ്പോയിൻമെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പക്ക നമ്മുടെ കമ്പനീസ് ആക്ടിലുള്ള സെക്ഷൻസ് തന്നെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. നമ്മുടെ ഫൈനൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് ആൻഡ് അതിൻ്റെ റിലേറ്റഡ് കൺസെപ്റ്റ്സ് ഉണ്ട്. അതിന് മുന്നായിട്ട് ഓരോ എൻറ്റിറ്റീസും ഡിഫറെൻ്റ് ആണല്ലോ, അതിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് ആവുന്ന അനുസരിച്ച് അതിൽ നടക്കുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനും ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ എൻറ്റിറ്റീസിന് നടക്കുന്ന ഓഡിറ്റ്സിൻ്റെ പ്രൊസീജിയേഴ്സ് മാത്രമാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ നമുക്ക് ലൈവ് കാണാം.